രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങി, എന്നാൽ അത് പോരാട്ടത്തിന് നല്ലൊരു വിസിബിലിറ്റി കൊണ്ടുവരാൻ സാധിച്ചു എന്നതിനപ്പുറം അടുത്തത് എന്താണ് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ അത്താഴ വിരുന്ന് നടക്കുന്നു, അതിൽ ചർച്ച നടക്കുന്നു. അതിനുശേഷമുള്ള തുടർച്ചയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരായ ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു തുടർച്ചയുണ്ടാകണം. ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റിലുള്ള കാര്യം, പ്രധാന ബില്ലുകളിൽ ചർച്ച നടക്കാൻ പോകുന്ന വേളയിലാണ് പാർലമെന്റ് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്. പാർലമെന്റിൽ ഈ ചർച്ച സമ്മതിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോട് എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഫെയ്ത്ത്, നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ് ഇതിൽ പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത് എന്നത് മറുഭാഗത്ത് കിരൺ റിജിജുവും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുഭാഗത്ത് മറുപടി പറഞ്ഞുകൊണ്ട് കിരൺ റിജിജു ഇന്ന് രംഗത്ത് വരുന്നതോടെ ഇവിടെ നിരുത്തരവാദപരമായി പ്രതിപക്ഷം പെരുമാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന്റെ കടമയാണ് സമരങ്ങൾ നയിക്കുക എന്നത്. ആ കടമ നിർവഹിക്കുന്നു എന്നതാണ് എനിക്ക് ഇന്നത്തെ സമരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ കടമ അവർ നിർവഹിക്കുന്നുണ്ട്, എന്നാൽ അതിന് തുടർച്ച കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് നേരത്തെ ഉണ്ടായ പാളിച്ച അതാണ്. പലപ്പോഴും അവർക്ക് തുടർച്ച ഉണ്ടാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ സംഭവിക്കുമോ എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്.